സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ സമരത്തിന് ഇന്ന് 50-ാം നാൾ. അവകാശ പോരാട്ടത്തെ അവഗണിക്കുന്ന സർക്കാരിന് മുന്നിലേക്ക് മുടി മുറിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ച ആശമാൾ. മുടി പൂർണ്ണമായും നീക്കം ചെയ്തും മുടി മുറിച്ചുമാണ് ആശമാൾ സമരം ഘടിപ്പിച്ചത്. സമരത്തിന്റെ അടുത്ത ഘട്ടം ഉടൻ പ്രഖ്യാപിച്ചേക്കും. രാവും പകലും മഞ്ഞും മഴയും വെയിലും അതിജീവിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ സമരം മുന്നോട്ടു പോകുന്നത്. ഉപരോധമിരുന്നും നിരാഹാരമനുഷ്ഠിച്ചും ആവശ്യങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടും മനസ്സലിയാത്തവർക്ക് മുന്നിലേക്കാണ് ആശാസമരത്തിന്റെ അടുത്ത ഘട്ടം. വളരെ വൈകാരികമായിട്ടായിരുന്നു മുടിമുറിക്കൽ പ്രതിഷേധത്തിൽ ആശാപ്രവർത്തകർ പങ്കെടുത്തത്. ഈ പ്രതിഷേധം കണ്ടിട്ടെങ്കിലും സർക്കാർ തങ്ങളെ പരിഗണിക്കണമെന്ന് ഇവർ ഒന്നടങ്കം പറഞ്ഞു. ഞങ്ങൾ അന്യായമായ ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. തികച്ചും ന്യായമാണെന്ന് ഇവിടെ മുഖ്യമന്ത്രി അടക്കം പറയുന്ന കാര്യമാണ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത്. പണിയെടുക്കുന്നവന് രാഷ്ട്രീയമുണ്ട്, അത് പണിയെടുക്കുന്നവൻ്റെ രാഷ്ട്രീയമാണ്. അല്ലാതെ ഇവർ പറയുന്നതൊക്കെയുള്ള ഈ സങ്കുചിതമായ വോട്ടിൻ്റെ കക്ഷി രാഷ്ട്രീയമല്ല. അത് തിരിച്ചറിയാൻ ഇവരെപ്പോലുള്ള മന്ത്രിമാർ ഇനിയും തയ്യാറാകണം. പ്രതീക്ഷയുണ്ടല്ലോ, വിളിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മളെ വിളിക്കില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങളെ വിളിക്കും എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. മുദ്രാവാക്യം വിളികളോടെയായിരുന്നു പ്രതിഷേധം. സമരം ആരംഭിച്ചതിനു ശേഷം സർക്കാരുമായി ഒന്നിലേറെ തവണ ചർച്ച നടത്തിയെങ്കിലും അവ പരാജയപ്പെടുകയായിരുന്നു. പലവിധത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളും സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നിരുന്നു. സമൂഹ മനസാക്ഷിക്ക് മുന്നിലുള്ള ചോദ്യമാണ് ആശമാരുടെ സമരമെന്ന് ഐക്യദാർഢ്യവുമായി എത്തിയ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. സമരത്തിന് വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഒരു വൈകാരിക തലത്തിലേക്ക് സമരം എത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷിയുടെ മുമ്പിലുള്ള വലിയ ചോദ്യചിഹ്നമായി ഈ സമരം മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ കരുത്തോടെ സ്ത്രീകൾക്ക് പോകാനും ഒരു ഉറപ്പ് ലഭിക്കുന്നത് വരെ പാർലമെന്റിൽ JP നഡ്ഡ ചെയ്തതുപോലെ മുഖ്യമന്ത്രി ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കുന്നത് വരെ ഈ സമരം ഇവിടെ തുടരുമെന്ന് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്തെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സംസ്ഥാന വ്യാപകമായി മുടിമുറിച്ച് ആശാവർക്കർമാർ പ്രതിഷേധിച്ചു. ജനം, തിരുവനന്തപുരം.